നമ്മുടെ കയ്യിലുള്ള 10,000, 50,000, 1,00,000 കൊണ്ട് നമ്മളതിനെ ഡബിൾ ആക്കാനുള്ള കോൺസെപ്റ്റ് കൊണ്ട് പോയി കഴിഞ്ഞാൽ പുഷ്പ പറഞ്ഞ മാതിരി താഴത്തില്ല എന്നുള്ള കോൺസെപ്റ്റ് ഒന്നും ഇവിടെ നടക്കത്തില്ല. ഇവിടെ താഴെ ചെയ്യുള്ളൂ, നമ്മുടെ കയ്യിൽ നിന്ന് പോവുകയേ ചെയ്യുള്ളൂ. 10 20 ഉണ്ടാക്കും, 20 40 ഉണ്ടാക്കും, 40 100 ഉണ്ടാക്കും എന്ന് പറയുന്ന കോൺസെപ്റ്റ് കൊണ്ട് നിങ്ങൾ ട്രേഡിങ്ങിൽ വന്നിട്ട് 10,000-ന് 20,000 ആക്കാൻ നോക്കിക്കഴിഞ്ഞാൽ ഉണ്ടല്ലോ മക്കളെ, നിങ്ങളെ 10,000 കൊണ്ട് നിങ്ങൾ 1,00,000 കളയും. മനസ്സിലായില്ലല്ലോ? ഞാൻ പറഞ്ഞുതരാം. 10,000 റുപ്യ കൊണ്ട് 20,000 50,000 ആക്കാനുള്ള ഒരു മൈൻഡ് സെറ്റിൽ നമ്മൾ ട്രേഡ് ചെയ്യുമ്പോൾ ആക്ച്വലി നമ്മൾ എടുക്കുന്നത് വലിയ റിസ്ക് ആണ്. കാരണം 10,000 റുപ്യയുടെ റിസ്ക് ചെയ്തിട്ടാണ് നമ്മൾ അതിന് 20,000 ആക്കാൻ നോക്കുന്നത്. കാരണം ട്രേഡ് ചെയ്ത ആൾക്കാർക്ക് കത്തിയിട്ടുണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. കാരണം നമ്മൾ 10,000 കൊണ്ട് അത് 20,000 ആക്കണം എന്നുണ്ടെങ്കിൽ മിനിമം നമ്മൾ അതിൽ 5,000 രൂപയിലും കളയാൻ നമ്മൾ തയ്യാറാവണം. ഇങ്ങനെയൊക്കെ തയ്യാറായി കഴിഞ്ഞാൽ നമ്മുടെ പൈസ പോവുക എന്നല്ലാണ്ട് കിട്ടാൻ വലിയ ചാൻസ് ഒന്നുമില്ല. അപ്പോൾ ഇതിനെ നമുക്ക് എങ്ങനെ സോർട്ട് ഔട്ട് ചെയ്യാന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഇതിനെ നമുക്ക് സോർട്ട് ഔട്ട് ചെയ്യാനുള്ള ഏറ്റവും നല്ല വഴിയാണ് നമ്മുടെ ക്യാപിറ്റലിനെ നൈസായിട്ട് കൂട്ടുക. അതിന് പല മെത്തേഡില്ലേ. നമുക്ക് പണിക്ക് പോവാം, നമുക്ക് ബിസിനസ് ചെയ്യാം, വാട്ട് എവർ ഇറ്റ് ഈസ്, എന്ത് തന്നെ ആണെങ്കിലും നമ്മൾ അതിൻ്റെ ക്യാപിറ്റലിനെ ഇൻക്രീസ് ചെയ്യിക്കുക. ഇനി അതല്ല ട്രേഡ് ചെയ്തിട്ട് തന്നെ ഞാൻ പൈസ ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു വഴിയാണ് ഫണ്ടഡ് അക്കൗണ്ട്സ് എടുത്തിട്ട് അതിൽ നല്ല 1-2 പേ ഔട്ട്സ് എടുത്തു കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നമേ നമുക്കുള്ളൂ. അപ്പോൾ ആ ഒരു രീതിയിൽ കുറച്ച് ക്യാപിറ്റൽ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ ചെറിയ പെർസെൻറ്റേജ് ഓഫ് റിസ്ക് എടുത്തിട്ട് നമുക്ക് ട്രേഡ് ചെയ്യും. നല്ല രീതിയിലുള്ള പ്രോഫിറ്റ്സ് നമുക്ക് ജനറേറ്റ് ചെയ്ത് സമാധാനത്തോടെ ട്രേഡ് ചെയ്ത് പോവാം.